അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വിവിധ ടൈം സോണിലിരുന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന 40 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ 27ാമത്തെ പ്രഭാതത്തിൽ നമ്മൾ 7 ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 2 മിനിറ്റ് നേരമുള്ള ക്ലിപ്പുകൾ നമ്മൾ ഭൂഖണ്ഡത്തെക്കുറിച്ച് കാണും. എന്നിട്ട് നമ്മൾ 7 ഭൂഖണ്ഡത്തിന് വേണ്ടിയും ഈ 2 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കും. ആദ്യം നിങ്ങൾ ആ ക്ലിപ്പുകൾ ശ്രദ്ധിച്ച് കാണുക. അതിനുശേഷം നമുക്ക് ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സമയത്ത് ഉപയോഗിക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയണം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അല്ല, ഓഡിയബിൾ ആണോ ഇത്? മധ്യ പശ്ചിമ ഏഷ്യ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ, ഇറാഖ്, യമൻ, സിറിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അസർബൈജാൻ, ജോർദാൻ, ലബാനോൻ, ഇസ്രായേൽ, താജിക്കിസ്ഥാൻ, പലസ്തീൻ, ഒമാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഖത്തർ, അർമേനിയ, ജോർജിയ, കുവൈത്ത്, ബഹ്റിൻ, സൈപ്രസ്, കസാക്കിസ്ഥാൻ. ഭൂമണ്ഡലത്തിലെ പകുതിയിലധികം ആളുകൾ അധിവസിക്കുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10 രാഷ്ട്രങ്ങളിൽ 6 സ്ഥിതി ചെയ്യുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ 23 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മധ്യപശ്ചിമ വിഭാഗം പക്ഷേ അങ്ങേയറ്റത്തെ സാമൂഹിക അരാജകത്വത്തിലും വംശീയ വിവേചനത്തിലും മതതീവ്രവാദത്തിലും അകപ്പെട്ട് അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ തീർത്തും കലുഷിതമായി കൊണ്ടിരിക്കുന്നു. ഭയാനകമായ രീതിയിൽ വളർന്നു വരുന്ന സാമ്പത്തിക അസമത്വങ്ങളും ഭീകരവാദ സംഘടനകളും അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും കാരണം ഈ ഭൂവിഭാഗത്തെക്കുറിച്ചുള്ള ആലോചന പോലും മനുഷ്യരുടെ ഉള്ളിൽ തീക്കോരിയിടുന്ന നീറ്റലുള്ള ഒരോർമ്മയായി മാറുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചാവേർ ആക്രമണങ്ങളും ഇന്നും ഉണങ്ങാത്തൊരു മുറിവായി പശ്ചിമേഷ്യയുടെ നൊമ്പരമായി മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്നു. സിറിയ അടക്കമുള്ള മതതീവ്രവാദം ഉറഞ്ഞു തുള്ളുന്ന രാജ്യങ്ങളിൽ ദൈവമക്കൾ കൊടിയ പീഡനം അനുഭവിക്കുന്നു. ഈ രാഷ്ട്രങ്ങളിൽ അധിവസിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിലൂടെയുള്ള പാപമോചനം ഏറ്റെടുത്ത് രക്ഷാനിർണയം പ്രാപിച്ച് ദൈവിക കുടുംബത്തിലെ അംഗങ്ങളായി തീരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനുവേണ്ടി നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നു. വളരെ ഹൃദയനുറുക്കത്തോടെ ഈ രാജ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു മനപ്പെട്ട് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ കേട്ട രാജ്യങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാം. ഏഷ്യ ഭൂഖണ്ഡത്തെ 2 മേഖലകളായിട്ടാണ്. ഒന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മേഖലയും മറ്റൊന്ന് സെൻട്രൽ വെസ്റ്റ് ഏഷ്യയും എന്നുള്ള 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് പ്രാർത്ഥിച്ചത്. ഇന്ന് നമ്മൾ ഈ എല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുന്ന 7 ക്ലിപ്പുകൾ ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ട ഈ രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് 1 മിനിറ്റ് 1.5-2 മിനിറ്റ് നമുക്ക് എല്ലാവർക്കും അന്യഭാഷ പ്രാർത്ഥിക്കും. ഈ രാജ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാനും പറഞ്ഞ വിഷയങ്ങളുമെല്ലാം കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരാൻ എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഈ രാജ്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ രാജ്യങ്ങളിലുള്ള അരാജകത്വങ്ങൾ ദൈവാത്മാവ് എടുത്തു മാറ്റേണ്ടതിന്, ഈ രാജ്യങ്ങളിലുള്ള ഭീകരവാദങ്ങൾ, യുദ്ധശ്രമങ്ങൾ, റബാന ഘടകതന വൈഷപ്രൗഢപന ഘടകതന
ലാ രഭാന ചനതലെ റിബിനി ഹക്ഷ പ്രൗഢവന ഘടകദനം കർത്താവ് ഈ രാജ്യങ്ങളെല്ലാം സമാധാനം അയക്കേണ്ടതിന്, ഈ രാജ്യങ്ങളിന്മേലുള്ള എല്ലാം ഉള്ള ഭീകരാക്രമണങ്ങൾ, യുദ്ധശ്രുതികൾ, യുദ്ധഭീതികൾ എല്ലാം ദൈവം എടുത്ത് മാറ്റേണ്ടതിന്, ദൈവത്തിന്റെ വലിയ കരം തുറന്നു വരേണ്ടതിന് ഈ രാജ്യങ്ങളെ മുഴുവൻ ഞങ്ങൾ അവകാശമായി ചോദിക്കുകയാണ്. ലബന ഘടകതുരുവിരി പ്രൗഷബന ഘടകദനാര ഘടകദനം ഞാൻ ഈ രാജ്യങ്ങളെ വീണ്ടും ഞാൻ പേര് ആവർത്തിക്കുകയോ വിഷയം പറയുകയോ ചെയ്യുന്നില്ല. നമ്മൾ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ രണ്ടാം ഭാഗം, അതായത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തെക്കുറിച്ചുള്ള അവിടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ 2 മിനിറ്റ് നേരം കൊണ്ട് കാണുന്നത്. 2 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 മിനിറ്റ് നമ്മൾ ആ രാജ്യങ്ങൾക്ക് വേണ്ടി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് നൽകുന്ന വെളിപ്പാടിൽ നിങ്ങൾക്ക് അവകാശമായിട്ട് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടുത്തെ അവസ്ഥകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സശ്രദ്ധമായി ഈ രാജ്യത്തിൻ്റെ അവസ്ഥ കേൾക്കാൻ ഞാൻ വിശദീകരിക്കാൻ പോയാൽ പിന്നെ നമ്മുടെ ടൈം തീരുകയല്ല. ഇത് നമുക്ക് കറക്റ്റ് അറിയിക്കുമ്പോൾ നിർത്താനും കൂടെ വേണം. അതുകൊണ്ട് രാജ്യത്തിൻ്റെ അവസ്ഥകൾ കേൾക്കുക. ദക്ഷിണ പൂർവ്വ ഏഷ്യ, ഫിലിപ്പൈൻസ്, ജപ്പാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ഇന്ത്യ, ചൈന, തെക്കൻ കൊറിയ, മ്യാൻമാർ, തായ്ലൻഡ്, ഇറാൻ, വിയറ്റ്നാം, മലേഷ്യ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, നോർത്ത് കൊറിയ, നേപ്പാൾ, കംബോഡിയ, ലാവോസ്, സിംഗപ്പൂർ, മംഗോളിയ, തിമൂർ ലെസ്തെ, മാലിദ്വീപ്, ഭൂട്ടാൻ, ബ്രൂണൈ. ഇന്ത്യ അടക്കം 25 രാജ്യങ്ങളുള്ള ദക്ഷിണ പൂർവ്വ ഏഷ്യയിലെ ജനജീവിതം ഓരോ ദിവസം കഴിയുന്തോറും അത്യന്തം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ മനസ്സുവയ്ക്കാതെ മനഃപൂർവ്വം നികൃഷ്ടബുദ്ധിയിൽ ആനന്ദം കണ്ടെത്തുന്ന രാഷ്ട്രങ്ങളും രാഷ്ട്രത്തലവന്മാരും. ഇവിടെയാണ് ദൈവസഭയുടെ പ്രാർത്ഥനയുടെ പ്രസക്തി. പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത തരം അങ്ങേയറ്റം പ്രാകൃതവും അബദ്ധജടിലവുമായ മതസംഹിതകൾ രാഷ്ട്രത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു മാനവരാശിയെ സ്വതന്ത്രരാക്കിയിരിക്കെ പിന്നെയും അടിമനുഖത്തിന് കീഴിൽ തലവെച്ചു കൊടുക്കുവാൻ മത്സരിച്ചോടുന്ന രാജ്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന അസമാധാനം, നശിച്ചുകൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ, ഏറി വരുന്ന ദൈവനിഷേധം. ഇവിടെ നമ്മൾ മൗനം ദീക്ഷിച്ചാൽ കുറ്റം നമ്മുടേതാകും. ഇത്തരം രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളുടെയും പൗരന്മാരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി നിത്യതയ്ക്കോഹരിക്കാരായി തീരുവാൻ ഹൃദയനുറുക്കത്തോടും ഏറിയ ആത്മഭാരത്തോടും കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് മധ്യസ്ഥയണയാം. പ്രാർത്ഥിക്കാം നമുക്ക് ഈ രാജ്യങ്ങളെക്കുറിച്ച്. ഈ രാജ്യങ്ങളിൽ കറഞ്ഞ രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് 2 മിനിറ്റ് നേരം എല്ലാവരും മൈക്കാൻ വിട്ട് ഇത് പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മൾ ഈ രാജ്യങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ രാജ്യങ്ങളുടെ ഫ്ലാഗ് കണ്ടപ്പോൾ, ആ രാജ്യങ്ങളുടെ അവസ്ഥകൾ വിശദീകരണം കേട്ടപ്പോൾ നിങ്ങളുടെ അകത്തൊരു കാര്യം ബോധ്യപ്പെട്ടല്ലോ. എല്ലാവരും മൈക്കാൻ വിട്ട് ഇത് പ്രാർത്ഥിച്ചു. ശബന ഘടകദനാര ഘടകദന ശീപപ്രൗഷമന ഘടകദനാര ഘർഷസ്. സത്യദൈവത്തെ സത്യത്തിൽ പരിജ്ഞാനത്തിൽ ധരിക്കാതെ
മൂഢ ആരാധനയുടെ പുറകെ അലയുന്ന ഈ ജനസമൂഹത്തെ ദൈവം തൊടേണ്ടതിനായി ഒരു വലിയ ആത്മീയ ചൈതന്യത്തിന്റെ ഉണർവിന്റെ കാറ്റ് കർത്താവ് ഈ ദേശത്ത് അയക്കേണ്ടതിനായി കർത്താവേ, ഞങ്ങൾ ഈ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള, പാകിസ്ഥാൻ അടക്കമുള്ള ഈ ഭൂപ്രദേശങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വേദ പ്രൗഷസ്കനാദിരാധനം ലാധരാദിനാദനക പ്രൗഷപന ഘടകദന വേദ പ്രൗഢപന ഘടകദനം बात करवाना चाहिए था ना। एड्रेस पूरा लिखा है क्या उसमें? का एड्रेस पूरा लिखा? मैं भी लिखा। तुम लोग को बोलने का ऐसा। നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാം സ്തോത്രം ചെയ്യാണ് കേട്ടോ. ഇന്ത്യയിൽ ലോകത്തിൽ 290 താഴെ അംഗീകരിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട്. കൂടാതെ ചെറിയ അംഗീകരിക്കപ്പെടാത്ത രാജ്യങ്ങളുണ്ട്. 200 രാജ്യങ്ങൾ, 200 രാജ്യങ്ങളാണുള്ളത്. ഈ രാജ്യങ്ങളെല്ലാം നമ്മൾ ഈ അരമണിക്കൂർ നേരം കൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്യാണ്. ഫ്ലാഗ് കാണുമ്പോൾ നിങ്ങളെ രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്തോത്രം ചെയ്തേരെ കേട്ടോ. ഇനി നമ്മൾ യൂറോപ്പ് ഭൂഖണ്ഡത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധയോടെ കേൾക്കുകയും ആ ഫ്ലാഗുകൾ കാണുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സ്തോത്രം പറയുക. ഓരോ രാജ്യങ്ങൾക്ക്, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യൂറോപ്പ്: അൻഡോറ, മൊണാക്കോ, ലിച്ചൻസ്റ്റൈൻ, സാൻ മാരിനോ, ഹോളി സീ, ഐസ്ലാൻഡ്, മൊണ്ടനെർഗോ, ലക്സംബർഗ്, മാൾട്ട, നോർത്ത് മാസിഡോണിയ, സ്ലോവേനിയ, ലാത്വിയ, എസ്റ്റോണിയ, ക്രൊയേഷ്യ, മോൾഡോവ, ബോസ്നിയ ആൻഡ് ഹെർസഗോവാനിയ, അൽബേനിയ, ലിത്വാനിയ, ഡെൻമാർക്ക്, നോർവേ, അയർലൻഡ്, ബെലാറസ്, സെർബിയ, സ്വിറ്റ്സർലൻഡ്, ബൾഗേറിയ, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, ഗ്രീസ്, പോർച്ചുഗൽ, സ്വീഡൻ, ഹംഗറി, നെതർലാൻഡ്സ്, റൊമേനിയ, ഉക്രൈൻ, പോളണ്ട്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, റഷ്യ, ഓസ്ട്രിയ, ഫിൻലാൻഡ്, സ്ലോവാക്യ, യുണൈറ്റഡ് കിങ്ഡം. തുരുത്തുകൾക്കിടയിലെ തുരുത്ത് എന്നറിയപ്പെടുന്ന 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടൊരു ഭൂവിഭാഗമാണ് 44 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന യൂറോപ്പ്. പ്രൗഢമായ ചരിത്രവും പ്രോജ്വലമായ പാരമ്പര്യവും അവകാശപ്പെടാനുള്ള യൂറോപ്പിൻ്റെ വടക്കുവശം ആർട്ടിക് സമുദ്രവും, പടിഞ്ഞാറുവശം അറ്റ്ലാന്റിക് സമുദ്രവും, തെക്കുവശം മധ്യധരണ്യാഴി, കരിങ്കടൽ, കാസ്പിയൻ കടൽ എന്നീ സമുദ്ര സമ്പത്തുക്കളാലും
വലയം ചെയ്യപ്പെട്ടതാണ്. ആധുനിക സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളും ബീജാവാപം ചെയ്തത് യൂറോപ്പിൽ നിന്നാണ്. അറിവിൻ്റെ കളിത്തട്ടിലായിരുന്നു യൂറോപ്പ്. പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. യൂറോപ്പിന് പിഴച്ചത് ഇവിടെയായിരുന്നു. ആകാശത്തിന് കീഴിൽ സകലത്തെക്കുറിച്ചും തങ്ങൾക്ക് അപ്രമാദിത്വമുണ്ടെന്ന് അവർ ചിന്തിച്ചുപോയി. എല്ലാം തങ്ങളുടെ കൈവെള്ളയ്ക്കുള്ളിൽ ഒതുക്കിപ്പിടിക്കാമെന്ന് അവർ അഹങ്കരിച്ചു, വ്യാമോഹിച്ചു. എന്നാൽ ഏതൊരു മനുഷ്യനും എത്രമേൽ ഉറച്ചു നിന്നാലും ഒരു ശ്വാസത്തിനപ്പുറമില്ല എന്ന് ദൈവം യൂറോപ്പിന് തെളിയിച്ചു കൊടുത്തു. മനുഷ്യൻ്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയാവുമെന്ന് ഭയപ്പെട്ട കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ എടുത്തിട്ട് പ്രഹരിച്ചത് യൂറോപ്പിനെയായിരുന്നു. തങ്ങൾക്കുണ്ടെന്ന് തങ്ങൾ അഹങ്കരിച്ചിരുന്ന ആരോഗ്യ സംവിധാനത്തിൻ്റെ ശേഷിയില്ലായ്മ ഇറ്റലിയും സ്പെയിനും ഇംഗ്ലണ്ടും നല്ലവണ്ണം ഈ കോവിഡ് കാലഘട്ടത്തിൽ മനസ്സിലാക്കി. മരണം കിളിവാതിലുകളിൽ കൂടി പ്രവേശിച്ച് അരമനകളിൽ പോലും സംഹാര താണ്ഡവം നടത്തി. എന്നിട്ടും യൂറോപ്പ് ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞില്ല. ധാർമ്മിക നിലവാരം കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ധാർഷ്ട്യവും നിഗളവും മാതാപിതാക്കളെയും മുതിർന്നവരെയും അനാദരിക്കുകയും സ്വയസ്നേഹത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അനേകരുടെ ജീവഹാനിക്ക് ഇടവച്ചു. നിരവധി ആളുകൾ പലായനം ചെയ്തു. ഇന്നും ആ പ്രദേശങ്ങളിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തന ഫലമായി പുതിയ തലമുറ ദൈവത്തിൽ നിന്നും മുഖം തിരിച്ചു നടക്കുന്നു. ഈ തലമുറയെ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ഈ സമൂഹത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും യേശുവിലൂടെയുള്ള രക്ഷാനുഭവത്തിലേക്കും മടക്കി നടത്തണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നെടുമ്പാടും വീണാലേ ഒക്കുകയുള്ളൂ. കണ്ണുനീരോടും അഭയയാചനയോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിലേക്ക് യൂറോപ്പിനെ മടക്കി വരുത്തേണ്ടതിന് നമുക്ക് ഏക മനസ്സോടെ ദൈവത്തോട് അപേക്ഷിക്കാം. അപ്പോസ്തലനായ പൗലോസിലൂടെ സുവിശേഷത്തിൻ്റെ വലിയ ശക്തി തുറന്ന ഈ യൂറോപ്പ് ഭൂഖണ്ഡത്തെ ഓർത്തുകൊണ്ട് ഞാൻ ഈ വിശദീകരണത്തിന് പോയാൽ നമ്മുടെ സമയത്ത് പരിധിക്ക് തീരുകയില്ല. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 2 മിനിറ്റ് വരെ എല്ലാവരും യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷഖാബാനാദനാരകഷ വൈഡ പ്രൗഢമനഘടകദന റഗപ്രൗഷസ്കനാദിരാദന പ്രൗഢമനഘടകദനാരഘടകദനം ലാഭ റബാന ജാദൽകനാദിരാദന പ്രൗഢമനഘട കർത്താവേ ഓ റബാന സമ്പത്തിലും അറിവിലും നിഗളിക്കുന്ന ഈ ജനവർഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം തുറന്നു വരുവാൻ, അവർ ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവാത്മാവിന്റെ വലിയ ചലനം കർത്താവോട് അയക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ചങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹന്തൽ പ്രൗഢമനഘടകദനം ചുടപനഘടകദനാദന പ്രൗഷമനഘടകദനാരഘടകദനം രാജ്യങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂപ്രദേശങ്ങളിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കരം തുറന്നു വരുവാൻ, ദൈവത്തിന്റെ വലിയ മഹിമയുള്ള കരം തുറന്നു വരുവാൻ, ദൈവം ഈ ദേശവിഭാഗങ്ങളോട് ഇടപെടുവാൻ ലബനജന ഹുദുരബന ഘടകദന വൈശ്യ പ്രൗഢമന ഘടകമന വലിയ ഉണർവിന്റെ കാറ്റ് ദൈവം അയക്കുവാൻ പ്രൗഢമന ഘടകദന വേദ പ്രൗഷമന ഘടകദന
ഗടഗദനം. അത്യുരാധന പ്രൗഢവന ജനകതുരി വീത പ്രൗഷവന ഘടകതുരി വിനി ഘടകദനം. ഷാറഭാന ജാതര ദിന പ്രൗഷവന ഹംദുരി പ്രൗഷവന ഘടകദനം. ലാബാരബ ശബാന ജാന ഹത്തുരാധനാദന പ്രൗഷിബിനി ഘടകദനാരക പ്രൗഢവന ഘടകദനം. ആഫ്രിക്ക: സാവോ ടോം പ്രിൻസൈപ്പ്, സീഷെൽസ്, മൗറീഷ്യസ്, വാറ്റിനി, ദിജ്ബൌത്തി, കോമറോസ്, കാബോ വെർദെ, നമീബിയ, ഗാംബിയ, ബോട്സ്വാന, ഗാബോൺ, ലെസോത്തോ, ഗിനിയസ് ബിസാവോ, ഇക്വറ്റോറിയൽ ഗിനിയ, ടോഗോ, ടെറ ലിയോൺ, ലിബിയ, നൈജീരിയ, എത്യോപ്യ, ഈജിപ്റ്റ്, ടുണീഷ്യ, സൗത്ത് സുദാൻ, കോങ്കോ, ലൈബീരിയ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സാംബിയ, സെനഗൽ, ചാഡ്, സോമാലിയ, സിംബാബ്വെ, ഗിനിയ, റുവാൻഡ, ബെനിൻ, ബറൂണ്ടി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ, താൻസാനിയ, സൗത്ത് ആഫ്രിക്ക, കെനിയ, ഘാന, മഡഗാസ്കർ, കാമറൂൺ, കോട്ട് ഡി ഐവറി, നൈജീരിയ, ബുർക്കിന ഫാസോ, മാലി റിപ്പബ്ലിക്, മാൽവി, ഉഗാണ്ട, അൾജീരിയ, സുദാൻ, മൊറോക്കോ, അംഗോള, മൊസാംബിക്, മൗറിറ്റാനിയ, എറിട്രിയ. ഇരുണ്ട ഭൂഖണ്ഡമെന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ആഫ്രിക്ക ഇന്നും അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാത്ത സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മണ്ഡലങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് തങ്ങൾക്ക് ചാർത്തിക്കിട്ടിയ മറുപേരിനെ അന്വർത്ഥമാക്കുന്ന, അരക്കിട്ടുറപ്പിക്കുന്ന ജീവിതക്രമമാണ് ഇന്നും പുലർത്തിപ്പോരുന്നത്. ഇന്നും വേണ്ടത്ര വെളിച്ചം കടന്നു ചെന്നിട്ടില്ലാത്ത 54 രാജ്യങ്ങളുടെ സമുച്ചയമാണ് ആഫ്രിക്ക. നിരവധി അധിനിവേശങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വന്ന ഈ വൻകര ഇന്ന് ഭൂമണ്ഡലത്തിലെ അനേക വിപത്തുക്കളുടെ ആവിർഭാവ കേന്ദ്രവും അതിൻ്റെ പ്രചാരക സംവിധാനവുമാണ്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും അതിൻ്റെ അനുരണനങ്ങളെ അനുഗമിക്കുവാൻ അറച്ചു നിൽക്കുന്ന ദയനീയ സ്ഥിതിയിലാണ് ഇന്നും ആഫ്രിക്കയുടെ മനസ്സ്. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും എതിർപ്പിന് പോലും അവസരം കൊടുക്കാതെ അത്രമേൽ സ്പഷ്ടമായി ദൈവം വെളിപ്പെടുത്തിയ ഭൂവിഭാഗമാണ് ആഫ്രിക്ക. എന്നിട്ടും അവർ ദൈവത്തെ തിരിച്ചറിയുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്യാതെ തങ്ങളുടെ അധമബുദ്ധിയിൽ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിൽ പുനരാവിഷ്കരിച്ച് ദൈവത്തെ പോലെ ആരാധിച്ച് ബഹുമാനിക്കുന്നു. കുത്തിത്തുളയ്ക്കുന്ന ദാരിദ്ര്യവും ശോചനീയമാം വിധമുള്ള കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവും ലൈംഗിക അരാജകത്വവും കുത്തഴിഞ്ഞ കുടുംബജീവിത പശ്ചാത്തലങ്ങളുമൊക്കെയായി കൂടിക്കുഴഞ്ഞ അവസ്ഥയാണ് ആഫ്രിക്ക. മാരകരോഗങ്ങളും മാറാവ്യാധികളും ആഭ്യന്തര കലാപങ്ങളും കണ്ണിൽ കുത്തുന്ന കാഴ്ചകളാണ്. ഈ വൻകര ദൈവത്തെ അറിയേണ്ടതിനും അതുമൂലം ദൈവം അനുവദിക്കുന്ന സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും ആ രാജ്യങ്ങളിലുള്ളവർ പ്രവേശിക്കേണ്ടതിനും നമുക്ക് ദൈവത്തോട് യാചിക്കാം.
നീതിമാന്റെ പ്രാർത്ഥന ഏറെ ഫലിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആഫ്രിക്കയ്ക്ക് വേണ്ടി മുട്ടുമടക്കാം. പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ 54 രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവരുമായി കൺമ്യൂട്ട് പ്രാർത്ഥിച്ചു. ഷാംദൽ അടുത്ത 2 മിനിറ്റ് വരും. ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ഈ 54 രാജ്യങ്ങൾക്കായി അവർ അനുഭവിക്കുന്ന അവസ്ഥകൾ നാം കണ്ടല്ലോ, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നാം കേട്ടല്ലോ. സമസ്ത അരാജകത്വങ്ങളും അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ മേഖലകളെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടേണ്ടവന്, വലിയ ആത്മീക ചൈതന്യങ്ങളും ഉണർവുകളും ദൈവാത്മാവ് അയക്കേണ്ടവന് നമ്മൾ 45 മിനിറ്റ് കൊണ്ടാണ് ഈ 200 രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേഗം കട്ട് ചെയ്ത് വിടുന്നത്. എനിക്കറിയാം പ്രാർത്ഥിക്കാനുള്ള സമയം പോരാന്ന്, പക്ഷെ സമയം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് ലാറ്റിൻ അമേരിക്കയാണ്. സശ്രദ്ധം വീക്ഷിക്കുക. വിഷയങ്ങൾ ഞാൻ പിന്നെ പറയുന്നതല്ല. രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ ഓരോ സ്തോത്രം അങ്ങ് പറഞ്ഞേരെ കർത്താവിന്. ലാറ്റിൻ അമേരിക്കയും ആശ്രിത രാജ്യങ്ങളും: ഗുരിയാന, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, പരാഗ്വേ, നിക്കരാഗ്വേ, ബ്രസീൽ, മെക്സിക്കോ, ബൊളീവിയ, ഹെയ്ത്തി, ക്യൂബ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഹോണ്ടുറാസ്, സെയിൻറ്റ് കിറ്റീസ് ആൻഡ് നെവിസ്, എൽ സാൽവഡോർ, കോസ്റ്റാറിക്ക, ഗ്വാട്ടിമാല, ഇക്വഡോർ, കൊളംബിയ, വെനിസ്യൂല, ചിലി, അർജന്റീന, പെറു, പനാമ, ഉറുഗ്വേ, ജമൈക്ക, ബെലീസ്, ബഹമാസ്, ബാർബഡോസ്, ഗ്രനാറ്റ, സെയിൻറ്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ്, ആന്റിഗ്വ ആൻഡ് ബാർബുഡ, തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, കരീബിയൻ ദ്വീപസമൂഹം, മറ്റ് രാജ്യങ്ങളുടെ ആശ്രിത രാജ്യങ്ങൾ എന്നിങ്ങനെയുള്ള ഈ ഭൂവിഭാഗത്തെ പൊതുവായി വിശേഷിപ്പിക്കുന്നൊരു നാമധേയമാണ് ലാറ്റിൻ അമേരിക്ക എന്നത്. സ്പാനിഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച് എന്നിങ്ങനെയുള്ള ലാറ്റിൻ ഭാഷകളാണ് പ്രധാനമായും ഇവിടെ പ്രചാരത്തിലുള്ളത്. 33 സ്വയംഭരണ രാജ്യങ്ങളും 15 ആശ്രിത രാജ്യങ്ങളുമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ സമൂഹം. പേരിൽ ക്രൈസ്തവ മതത്തിന് വേരോട്ടവും പ്രാമുഖ്യവും ഉണ്ടെങ്കിലും ക്രിസ്തുവുമായി ആഴത്തിലുള്ള ഒരു വ്യക്തിബന്ധമോ യേശുവിലൂടെയുള്ള രക്ഷാനിർണയമോ കൈവരിച്ചിട്ടില്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകൾ അധിവസിക്കുന്ന രാഷ്ട്ര സമൂഹമാണിത്. ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്ന ഭക്തിവിരുദ്ധമായ ആശയസംഹിതകളും തർക്കശാസ്ത്രങ്ങളും നിരീശ്വരവാദപരമായ പ്രത്യയശാസ്ത്രങ്ങളും ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്തെ തടുക്കുകയും ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തെ പ്രകാശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ ഒരു വലിയ അളവോളം ഈ ഭൂഖണ്ഡത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്.
മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും വിഹാരരംഗമാണ് ഈ രാജ്യങ്ങൾ. ചെറുപ്രായം തൊട്ടേ കറുപ്പ്, മാരിജുവാന തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം കൊണ്ട് ഒരു തലമുറയെ മുളയിലെ തന്നെ നുള്ളിക്കളയുവാൻ പിശാച് പദ്ധതിയിടുന്നു. ഇത്തരം അന്ധകാര ശക്തികളുടെ തേർവാഴ്ചകൾക്കും ദുഷ്ടാത്മസേനകളുടെ ആധിപത്യത്തിനുമെതിരായി ചെറുവിരലനക്കാൻ ഇവിടങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് പോലും കഴിയുന്നില്ല. കാരണം ഇത്തരം ദുഷ്പ്രവണതകളെ പ്രതിരോധിക്കാൻ അവരുടെ കൈവശമുള്ളത് കേവലം ജഡത്തിൻ്റെ ആയുധശേഖരങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് ദൈവസഭയുടെ പ്രാധാന്യവും പ്രസക്തിയും മുമ്പെന്നത്തേക്കാളും ഉപരിയായി വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ഇരുട്ടിൻ്റെ കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിമത്താണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും സ്നേഹവും നിർമ്മലതയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് കേവലം ഒരു ആവശ്യം എന്നതിലുപരിയായി നമ്മുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാണെന്ന് തിരിച്ചറിഞ്ഞ് നിത്യനാശത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ ജനസഹസ്രത്തിൻ്റെ മാനസാന്തരത്തിനും അതുമൂലം സമാധാനവും ശാന്തതയുമുള്ള ജീവിതം കൈവരേണ്ടതിനുമായി നമുക്ക് ഏകാഗ്രഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് 48 രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് 2 മിനിറ്റ് വരെ എല്ലാവരും പ്രാർത്ഥിച്ചു. ശഖബാനാദന ശംഭലാബിനാബനാദനാദന ശഖരാദിനാദന പ്രൗഷസ്കരാദിനാദന ശിബൽ പ്രൗഢബനഘടകദന വേദ പ്രൗഷബനഘടകദന രഗ പ്രൗഷബനഘടകദന അടുത്തത് നോർത്ത് അമേരിക്കയാണ്. വടക്കേ അമേരിക്ക ഭൂവിസ്തൃതി കൊണ്ട് ഭൂമണ്ഡലത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂഖണ്ഡമാണ്. ഇറ്റാലിയൻ നാവികനായ അമരിഗോ വെസ്പുച്ചിയുടെ പേരിൽ അറിയപ്പെടുന്ന വടക്കേ അമേരിക്ക. ഭൂമിശാസ്ത്രപരമായി നിരവധി ദ്വീപുകളും ദ്വീപസമൂഹങ്ങളും ഈ വൻകരയിൽ ഉണ്ടെങ്കിലും പ്രധാനമായും അമേരിക്കൻ ഐക്യനാട്, കാനഡ എന്നീ 2 രാജ്യങ്ങളാണ് വടക്കേ അമേരിക്കയിലുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ സാമ്പത്തിക സമൃദ്ധി അവകാശപ്പെടാനുണ്ടെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളാൽ
അകം കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിന് സമാനമാണ് ഈ രാഷ്ട്രങ്ങളുടെ അവസ്ഥ, പ്രത്യേകിച്ചും അമേരിക്കയുടേത്. വംശീയ വർണ്ണവിവേചനം മറ്റെന്നത്തേക്കാളും അമേരിക്കയുടെ സാമൂഹിക ജീവിതത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് കറൻസിയിൽ മുദ്രണം ചെയ്ത് അമേരിക്ക മേനി നടിക്കുന്നുണ്ട് എങ്കിലും സോദോമ്യരുടെ പാപത്തെ കവച്ചു വയ്ക്കുന്ന വഷളത്വം നിറഞ്ഞ ജീവിതശൈലിയുടെ വക്താക്കളാണ് ആധുനിക സമൂഹത്തിൽ അമേരിക്ക. ദൈവത്തെയും ദൈവിക വചനങ്ങളെയും കുറിച്ച് പഠിപ്പിക്കാതെ ഒരു കാലത്ത് തങ്ങളുടെ പൂർവ്വസൂരികളായ പ്യൂരിറ്റൻ ഫാദേഴ്സ് എത്രമാത്രം ദൈവത്തോടും ദൈവവചനത്തോടും പറ്റിയിരുന്നുവോ അതിന് ഘടകവിരുദ്ധമായി ദൈവത്തിൽ നിന്നും മുഖം തിരിച്ച് നാശത്തിലേക്ക് നടന്നെടുക്കുന്നൊരു തലമുറയ്ക്കാണ് അമേരിക്ക ജന്മം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ ആഭ്യന്തര സംഘർഷങ്ങൾ നിത്യസംഭവങ്ങളായിത്തീരുന്നു. കൊച്ചുകുട്ടികൾ പോലും തോക്ക് കയ്യിലെടുത്ത് അനേകരുടെ ജീവനെ നിർലജ്ജം വില പറയുന്നു. എല്ലാവർക്കും മാന്യമായതെന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയ വിവാഹമെന്ന സ്ഥാപനത്തെ നോക്കുകുത്തിയാക്കി മാറ്റി ഓരോരുത്തരും തങ്ങളുടെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇണകളെ തങ്ങൾക്ക് ബോധിച്ച സമയം വരെ തിരഞ്ഞെടുക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ അന്യജഡത്തെ മോഹിച്ച് തങ്ങളെ തന്നെ മത്സരിച്ച് വഷളാക്കുന്നു. പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും അവലക്ഷണമായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, അത്തരം മാലിന്യങ്ങളെ മാന്യതയുടെ പരിവേഷം ചാർത്തി പൊതുസ്വീകാര്യത വരുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം വചനനിഷേധത്തിനും അധാർമികതകൾക്കുമെതിരെ പ്രവാചക ശബ്ദമായി പരിണമിക്കേണ്ട സഭ ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും 2 പ്രാവശ്യം ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ കണക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് സ്വപ്നാവസ്ഥയിലായി മയങ്ങിക്കിടക്കുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവത്തിനേ കഴിയൂ. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ ഇത്തരം അന്തഛിദ്രങ്ങൾക്കും അപഭ്രംശങ്ങൾക്കും അറുതി വരികയുള്ളൂ. ഒരു ശേഷിപ്പിനെ, ബാലിനെ മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായ 7000-നോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ വൻകരയെ സമഗ്രമായി ദൈവം സന്ദർശിക്കേണ്ടതിനും അവരെ മടക്കി വരുത്തേണ്ടതിനുമായി നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ മധ്യസ്ഥയണയാം. പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഭൂഖണ്ഡത്തിനായിട്ട് പ്രാർത്ഥിക്കാം. 2 രാജ്യങ്ങൾ നിൽക്കുന്ന ഈ ഭൂഖണ്ഡത്തെ ഓർത്തുകൊണ്ട് എല്ലാ മൈക്കൺമുട്ടിത്ത് പ്രാർത്ഥിച്ചാട്ട് ശഖാബാനബാനക അന്തർപ്രൗഷബന ഘടകദന വൈഷപ്രൗഢബന ഘടകദന അറബപ്രൗഷബന ഘടകദന ശസ്കരാദിനാദന പ്രൗഢബന ഘടകദനാരക പ്രൗഢബന ഘടകദനാദനാര ഘടകദന ശംഭ പ്രൗഢബന ഹതുരജനകദുരമന റവപ്രൗഷബന. കർത്താവേ, ഈ 2 രാജ്യങ്ങളെ, ഈ ഭൂഖണ്ഡത്തെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ കരം തുറക്കണവന്, അങ്ങയുടെ കരം തുറക്കണവന്, അങ്ങ് ഈ ഭൂഖണ്ഡത്തെ സന്ദർശിക്കേണ്ടവന്, അങ്ങയുടെ ഇടപെടലുകൾ വെളിപ്പെടേണ്ടവന്, അങ്ങയുടെ കരം അനുകൂലമാക്കേണ്ടവന് ശഭാന ജപാന ഘടകദനം ശിവ റബാന ഹത്തുര ധനപ്രൗഷമന ഹംദലാരിക പ്രൗഢവന ഘടകദനം
അത്തുരാധന പ്രൗഷമനഗതുരജന റിബ പ്രൗഷമനഗതുര ജപപ്രൗഢമനഗടഗദനം ശഖബാരബാരബ പ്രൗഷമനഗടഗദന നമുക്ക് അവസാനമായി ഈ ഭൂപ്രദേശത്തെ കൂടെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു ക്ലിപ്പ് കൂടെ നമുക്ക് കാണാം. ഓഷ്യാനിയയും ആശ്രിത ദ്വീപുകളും. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, മാർഷൽ ഐലൻഡ്സ്, പലാവ്, തുവാലു, നൗറു, പപ്പുവ ന്യൂഗിനിയ, ഫിജി, സോളമൻ ഐലൻഡ്സ്, മൈക്രോനേഷ്യ, വനുവാറ്റു, സമോവ, കിരിബാത്തി, ടോങ്ക, ആഷ്മോർ ആൻഡ് കാർട്ടിയർ ഐലൻഡ്സ്, ക്രിസ്മസ് ഐലൻഡ്, കോക്കോസ് ഐലൻഡ്സ്, കോറൽ സീ ഐലൻഡ്സ്, നോർഫോക്ക് ഐലൻഡ്, ക്ലിപ്പാർട്ടൺ ഐലൻഡ്, ഫ്രഞ്ച് പോളിനേസിയ, ന്യൂ കാലിഡോണിയ, വാലിസ് ആൻഡ് ഫിറ്റുന, തോക്ലാവ്, പിറ്റ്കെയിൻ ഐലൻഡ്സ്, അമേരിക്കൻ സമോവ, ബേക്കർ ഐലൻഡ്, ഗുവാം, ഹൗലാൻഡ് ഐലൻഡ്, ജാരിയൂസ് ഐലൻഡ്, ജോൺസൺ അറ്റോൾ, കിങ്മാൻ റീഫ്, മിഡ്വേ അറ്റോൾ, നോർത്തേൺ മേരിയാന ഐലൻഡ്സ്, പാൽമീര അറ്റോൾ, വേക്ക് ഐലൻഡ്, ഏരിയൂസ് ഐലൻഡ്സ്, ഈസ്റ്റർ ഐലൻഡ്, ഗാലപ്പഗോസ് ഐലൻഡ്സ്, ഹവായ്, ഓഗസ്വാര ആർച്ചിപ്പലാഗോ, വെസ്റ്റേൺ ന്യൂ ഗിനിയ. 85 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയും കേവലം 4.5 കോടി ജനസംഖ്യയും മാത്രമുള്ള ഭൂമിയിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ അഥവാ ഓഷ്യാനിയ. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗത്വമുള്ള 14 പരമാധികാര രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ സാമന്ത രാജ്യങ്ങളായി നിലകൊള്ളുന്ന 28 അംഗരാജ്യങ്ങളും അടങ്ങിയതാണ് ഓഷ്യാനിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂവിഭാഗം. ആസ്ട്രേലിയയുടെ അധീനതയിൽ 5ഉം ഫ്രാൻസിൻ്റെ കീഴിൽ 4ഉം ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളുടെ പരിധിയിൽ ഓരോ ദ്വീപുകളും, അമേരിക്കയുടെ അധികാര പരിധിയിൽ 12ഉം ഇന്തോനേഷ്യയുടെ കീഴിൽ 2ഉം ചിലി, ഇക്വഡോർ, ജപ്പാൻ എന്നീ രാഷ്ട്രങ്ങളുടെ വിചാരണയിൽ ഓരോ ദ്വീപുകളും നിലകൊള്ളുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കാരണം നാളെ നമ്മൾ മരിക്കുമല്ലോ എന്നുള്ള ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നിർവചിച്ചിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ രാജ്യങ്ങളിൽ ഏറിയ പങ്കും. നിത്യതയെക്കുറിച്ച് നിറം മങ്ങിയ കാഴ്ചപ്പാടുള്ളവർ, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്ന അരിഷ്ടഗണം, ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുക എന്ന അന്ത്യനിയോഗത്തിൽ ഇവരെയും കർത്താവ് കണ്ടിരുന്നു. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുവാനും മരണം ആസ്വദിക്കുവാനും കർത്താവിനെ പ്രാപ്തനാക്കിയ തൻ്റെ മുൻപിൽ കണ്ട സന്തോഷ ദൗത്യത്തിൽ ഇവിടെ അധിവസിക്കുന്ന പ്രിയപ്പെട്ടവരുമുണ്ടായിരുന്നു. ഭാഗ്യകരമായ പ്രത്യാശ കൊണ്ട് ഈ ഭൂഖണ്ഡം അനുഗ്രഹിക്കപ്പെടാനും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അനേകർ കാണപ്പെടുവാനും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും സർവഭാഷയിലും സർവവംശത്തിലും സർവജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട് ആ രക്ഷിത ഗണത്തിൽ ഈ രാഷ്ട്രങ്ങളിലെയും ഈ ദ്വീപ സമൂഹങ്ങളിലെയും ആളുകൾ നിശ്ചയമായും ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട്, ജാഗ്രതയില്ലായ്മ കൊണ്ട്, നമ്മുടെ ശുഷ്കാന്തിയുടെ കുറവ് കൊണ്ട് ഇവിടങ്ങളിലുള്ളവർക്ക്
കർത്താവിനോടൊത്തുള്ള നിത്യത നഷ്ടപ്പെട്ടുകൂടാ. അധികം കിട്ടിയവർ അധികം കണക്ക് കൊടുക്കേണ്ടി വരും. അധികം ഇളച്ചു കിട്ടിയവരാണ് നമ്മൾ. ദൈവം കാര്യം തീർക്കുന്ന നാളിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ, കൈകൾ ബലപ്പെട്ടിരിക്കുവാൻ നമുക്ക് ഇന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് അവിടുത്തെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ രാജ്യങ്ങൾക്കൂടെ വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവരും മൈക്കൺമുട്ടി പ്രാർത്ഥിച്ചു. ഷാഭാബാന ശഹത്തുരാധനാദന ശംദൽ ഘടകദനാരഘടക പ്രൗഷസ്കനാദിരാധനാരഘടകദന ലാഭ റബാനഗഷസ്. ഈ ഭൂഖണ്ഡത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ഷാഭാലാഭാന ഹത്തുരാവിനാവനാരഘടകദന ശഖുരബനഘടകദന വേദപ്രൗഷബനഘടകദനാരഘടകദന ലബാനി ഹോദിനി ഹാംദുരി ബിനി ഹർഷസ്കനാബിരാവന പ്രൗഷിബിനി ഗദഗദഗദനം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 27ാമത്തെ പ്രഭാതത്തിൽ നമുക്ക് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ കണ്ടെങ്കിലും ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റി. എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവാത്മാവിൻ്റെ ഹിതമാകിയാലാണ് നമ്മളിങ്ങനെ ഒരു പ്രെയർ സെക്ഷൻ ഒരു ദിവസം ചെയ്തത്. ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ക്ലിപ്പ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ രാജ്യങ്ങളും വെറുതെ എൻ്റെ ഫ്ലാഗുകൾ കണ്ട് സ്തോത്രം ചെയ്യും. വെറുതെ നമ്മൾ കണ്ട സമയം കളവിനേക്കാൾ നമുക്ക് ഒരു മിനിറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നത്, ആ രാജ്യങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ഒന്ന് കണ്ടു പ്രാർത്ഥിക്കുന്നത്. ഇതിനകത്ത് എനിക്കറിയാം പല ഭൂഖണ്ഡത്തിലുള്ള നമ്മുടെ ഒട്ടുമിക്ക ഭൂഖണ്ഡത്തിലുള്ളവർ നമ്മുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതാത് രാജ്യത്തുള്ളവരെ കർത്താവ് ബലപ്പെടുത്തുവാനും അവരിലൂടെ കർത്താവ് അതാത് രാജ്യങ്ങൾ ഉണർവയക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവസാനിപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ 27ാമത്തെ രാവിലെ ഞങ്ങൾ ലോകരാജ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച അങ്ങയുടെ മക്കൾ വിഭിന്ന ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുമ്പോൾ ഓരോ ഭൂഖണ്ഡങ്ങളും അതാത് ഭൂഖണ്ഡങ്ങളുടെ വ്യവസ്ഥിതിക്കനുസരിച്ച് ദൈവത്തെ വിട്ട് വ്യത്യസ്ത തലത്തിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, വിഭിന്ന സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വിഭിന്ന തലത്തിൽ, ചുരുക്കം പറഞ്ഞാൽ അങ്ങേ അറിയാതെ അങ്ങേ വേണ്ടാതെ നടക്കുന്ന ഈ ജനസമൂഹത്തെ അങ്ങ് തൊടേണ്ടതിനായി, അങ്ങ് സ്പർശിക്കേണ്ടതിനായി ഏതിൻ്റെ നടുവിലും അങ്ങ് വാതിലുകൾ തുറക്കുന്ന ദൈവമാകിയാൽ ഇവരെ മുഴുവൻ രക്ഷിക്കുവാൻ കാൽവറിയിൽ ഇവർക്ക് വേണ്ടി മുഴുവൻ വീണ്ടെടുപ്പ് വില കെട്ടിവെച്ച, ഇവരെ മുഴുവൻ നിരപ്പിക്കണവന് രക്തം യാഗമാക്കിയ, നിരപ്പിച്ച, വീണ്ടെടുത്ത, നീതീകരിച്ച അങ്ങയുടെ വിലയേറിയ രക്തത്തിന്റെ മറുവിലകളായ ഇവർ അങ്ങയെ തിരിച്ചറിയാതെ
നിതപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഇവരെ മുഴുവൻ സ്പർശിക്കത്തക്ക നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികൾ തുറക്കണവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂഖണ്ഡങ്ങളിൽ ചെതറി പറക്കുന്ന ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാരുണ്ട്, ഈ ഭൂഖണ്ഡങ്ങളിൽ പഠിക്കുന്ന ഞങ്ങളുടെ തലമുറകളുണ്ട്. കർത്താവരെല്ലാം സംരക്ഷിക്കണം. അനേക ഉണർവുകൾ കണ്ട ഭൂഖണ്ഡങ്ങൾ ഇവരകത്തുണ്ട്. കർത്താവ് വീണ്ടും അവിടെ എല്ലാം ഉണർവിന്റെ കാറ്റ് അയക്കണമേ കർത്താവ്. ഒരു വലിയ ആത്മീക ചലനം ഈ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ അങ്ങ് അയക്കണവനായി ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങ് ഈ ഭൂപ്രദേശങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുസ്ലിം രാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമില്ലാതെ അന്യ ദൈവങ്ങളെ ബിംബങ്ങളായും ഒക്കെ മൂഢ മേഖലകളിൽ ആരാപിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്ന് പറയുകയും ജഡത്തിൽ രസിച്ചുകൊണ്ട് ദൈവത്തെ വിട്ട് കർത്താവ് ജഡത്തിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. തിന്നുക, കുടിക്കുക, നാം നാളെ മരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ജഡത്തിന്റെ മ്ലേച്ഛതയ്ക്കകത്ത് മുഴുകി നിൽക്കുന്ന കുടുംബ വ്യവസ്ഥിതികൾ കർത്താവ് മറിച്ചിട്ടിരിക്കുന്ന ഭൂഖണ്ഡങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. യവനലോകം അറിവിനകത്തും ജ്ഞാനത്തിനകത്തും പണത്തിനകത്തും അഹങ്കരിക്കുന്ന ഭൂപ്രദേശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ഭൂപ്രദേശങ്ങളും കർത്താവ് ഉണർവിന് വേണ്ടി ഒരു തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിക്കണവനായി ഞങ്ങൾ ഒരുമിച്ച് ഈ രാവിലെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ തലമുറകളുള്ളത് തുടങ്ങണമേ. ഓരോരുത്തരും കർത്താവിനായിട്ട് ഉപയോഗിക്കണമേ കർത്താവ്. ഇതിനകത്ത് കർത്താവ് മിഷണറിമാരെ അയക്കണമേ, അപ്പോസ്തലന്മാരെ അയക്കണമേ, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ, രാജ്യങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവ്. ഞങ്ങൾ ഇന്ന് ചുരുക്ക സമയം കൊണ്ടാണ് കർത്താവ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വീണ്ടും ആഴമായ ഭാരം ഇതിനകത്തുള്ളവർക്ക് കൊടുത്ത് കർത്താവ് വീണ്ടും ഇത് കണ്ട് പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് കൃപ കൊടുക്കണമേ കർത്താവേ. ഈ കുടുംബങ്ങളെല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിപ്പാൻ സമർപ്പണം കാണിച്ച ഈ കുടുംബങ്ങളെ ഞാൻ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നല്ലോ. ഈ കുടുംബങ്ങളുടെ മുഴുവൻ അവസ്ഥകൾക്കായി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം പറയും. അവന്റെ മടിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം കുഞ്ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.